മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കെതിരെ തമിഴ് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ നടത്തിയ വിമർശനം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു എറണാകുളത്തെ മയക്കുമരുന്നിനടിമകളായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണെന്നുൾപ്പെടെ മലയാളികളെ ഒന്നടങ്കം വിമർശിക്കുന്ന വാക്കുകളാണ് അദ്ദേഹം തന്റെ ബ്ലോഗിലൂടെ പടച്ചുവിട്ടത്. സുഷിൻ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ സീൻ തന്നെ മാറ്റിയ ചിത്രം. തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം അവരുടെ പടങ്ങളെക്കാളും കളക്ഷൻ നേടിക്കൊണ്ട് റെക്കോർഡുകൾ. അതിവേഗത്തിലെ 100 കോടി. പറയാൻ ഏറെ പ്രത്യേകതകളുള്ള മഞ്ഞുമ്മൽ ബോയ്സിന് പക്ഷെ ഇത്തരം അസൂയാവഹമായ വിമർശനങ്ങളും കരിവാരി തേക്കലുകളും നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന ഇരട്ടി മൂർച്ചയുള്ള വിമർശനങ്ങൾ ജയമോഹന് തിരിച്ചും കിട്ടുന്നുണ്ട്. കുറച്ചധികം നീളമുള്ള ജയമോഹന്റെ ബ്ലോഗിന്റെ തലക്കെട്ടിങ്ങനെയാണ്: മഞ്ഞുമ്മൽ ബോയ്സ് കുടികാരപ്പൊറുക്കികളിൻ കൂത്താട്ടം. അതായത് മഞ്ഞുമ്മൽ ബോയ്സ് കുടിച്ചു കൂത്താടുന്ന തെണ്ടികൾ എന്നർത്ഥം വരും. സിനിമയെ വിമർശിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മലയാളികളെയും മലയാള സിനിമയെയും മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് പരാമർശങ്ങളെല്ലാം. മഞ്ഞുമ്മൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തി. മറ്റ് പല മലയാള സിനിമകളെ പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രം. കൂടാതെ മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദുവെന്നും തുടങ്ങി നിരവധി കാര്യങ്ങൾ ജയമോഹൻ ആരോപിക്കുന്നുണ്ട്. ജയമോഹന്റെ ബ്ലോഗ് ചർച്ചയായത് മുതൽ എക്സിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ നിലപാടിനോട് എതിർപ്പുന്നയിച്ച് രംഗത്തെത്തുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു എഴുത്തായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകന്റെ തന്നെ അച്ഛനായ സതീഷ് പൊതുവാളിന്റേത്. യവനാര് മഹാത്മാഗാന്ധിയോ എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിശിതമായി തന്നെയാണ് അദ്ദേഹം ജയമോഹനെ വിമർശിക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരു മലയാള ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യത തമിഴ് ഇൻഡസ്ട്രിയെ പിടിച്ചു കുലുക്കിയെന്നും മലയാളികൾ അവിടെ കയറി കൂടുമോ എന്ന ആശങ്കയാണ് ജയമോഹനെന്നും മലയാളികളെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ചുക്കും അറിയില്ലെന്നും എന്തിനേറെ തമിഴ്നാട്ടുകാരുടെ മനസ്സുപോലും അയാൾക്ക് അറിയില്ലെന്നുമാണ് സതീഷ് പൊതുവാളിന്റെ വിമർശനം. ഇൻഡസ്ട്രിയിൽ നിന്ന് ചില്ലറ പറ്റുന്ന ജയമോഹന്റെ വിഡിത്തങ്ങളെ തമിഴർക്കും മലയാളികൾക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ സിനിമ RSS കേഡറായ ജയമോഹനെ പ്രകോപിപ്പിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹത്തെ രണ്ടാമത്തെ പോസ്റ്റിൽ പറയുന്നുണ്ട്. കാരണം ഇതിലെ കഥാപാത്രങ്ങളെല്ലാം സാധാരണക്കാരനായിരുന്നു. 6-ാം തമ്പുരാന്റെ വംശപരമ്പരയിൽ നിന്ന് ആരുമില്ല. കയ്യിൽ ചരട് കെട്ടിയവരുമില്ല. പണിയെടുക്കുന്നവർക്കിടയിലെ ആത്മബന്ധമാണ് ചിദംബരം കാണിച്ചത് എന്ന് പറഞ്ഞാണ് സതീഷ് പൊതുവാൾ തന്റെ രണ്ടാമത്തെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം സംവിധായകനും എഴുത്തുകാരനുമായ വി ഉണ്ണികൃഷ്ണനും ജയമോഹനെ വിമർശിച്ചുകൊണ്ട് നീണ്ട ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ജയമോഹന്റെ എഴുത്തുകൾ ആദരവോടെ കാണാറുള്ള താൻ ഒരിക്കലും ഈ എഴുത്തിനെ അങ്ങനെ കാണില്ലെന്നും മലയാള സിനിമയുടെ കേന്ദ്രബിന്ദു മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ചെറുപ്പക്കാരാണെന്ന ജയമോഹന്റെ കണ്ടെത്തലിന് വസ്തുതകൾ വെളിപ്പെടുത്തി വിശദീകരണം നൽകാനും ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. ഗുണ എന്ന സിനിമയ്ക്കും കമൽഹാസനും ഇളയരാജയ്ക്കും ചിദംബരം എന്ന യുവാവും അയാളുടെ സുഹൃത്തുക്കളും നൽകിയ ട്രിബ്യൂട്ട് പോലും ജയമോഹന്റെ കണ്ണിലെ വെറുപ്പിന്റെ ഇരുട്ടിൽ തെളിഞ്ഞു കാണുന്നില്ല എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ തന്റെ പോസ്റ്റിൽ പറഞ്ഞത്. അതേസമയം സ്വയംബോധമില്ലാതെയാണോ ജയമോഹൻ ആ ബ്ലോഗ് എഴുതിയിരിക്കുന്നതെന്നാണ് സംവിധായകൻ വിനയൻ ചോദിക്കുന്നത്. ഒരിക്കലും ജയമോഹനോട് യോജിക്കാനാവില്ല. ഈ വിഷയത്തിൽ ഒരു ഖേദപ്രകടനം നടത്തിയില്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു കറുത്ത ഏടായി ഈ സംഭവം മാറുമെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. ഹരീഷ് പേരടിയും സംഭവത്തിൽ പ്രതികരിച്ചിരുന്നു. നടിയും ആക്ടിവിസ്റ്റുമായ ലാലി PM-ഉം ജയമോഹനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം വിമർശനങ്ങൾ ഒരു സിനിമ വരുമ്പോൾ ഉണ്ടാകേണ്ടതല്ലെന്നും ഒരു സിനിമയുടെ വിജയത്തിൽ അസഹിഷ്ണുവായി പറയേണ്ട പ്രസ്താവനയല്ല ഇതെന്നും ലാലി പറഞ്ഞു. ജയമോഹന് തികഞ്ഞ അഹങ്കാരവും വംശീയതയും ഒപ്പം അതിലൊരു സംഘപരിവാർ കുബുദ്ധിയും ഉണ്ടെന്ന് കരുതുന്നതായും അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. ഒരു സിനിമ, പ്രത്യേകിച്ചൊരു മലയാള സിനിമ, പല റെക്കോർഡുകളും താണ്ടി ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ താഴേക്കുള്ള ചരടുവലികൾ ധാരാളമായിരിക്കും. അത് സാധാരണവുമാണ്. എന്നാൽ ശക്തമായ അടിത്തറയിൽ കെട്ടിപ്പടുത്തതാണ് അതെങ്കിൽ ആ ചരടുകൾ പൊട്ടുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കുകയില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.